KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. നബിദിനാഘോഷത്തിന് തുടക്കം കുറിച്ച് വിശുദ്ധ കേശങ്ങളുടെ പ്രദർശനം മർക്കസിൽ നടന്നു. 10,000 പങ്കെടുത്തു. നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചു. കേരളത്തിൽ BJP രാഷ്ട്രീയ തൊട്ടുകൂടായ്മ നേരിടുന്നുവെന്ന് പ്രധാനമന്ത്രി. പ്രസംഗ പരിഭാഷ തെറ്റിച്ച BJP നേതാവ് K സുരേന്ദ്രനെ മോദി ഇടപെട്ട് മാറ്റി. അടുത്ത വർഷം ഹജ്ജ് സർവീസ് കരിപ്പൂരിൽ നിന്ന് നടത്താനാകുമെന്ന് പ്രതീക്ഷ. മാർച്ച് മുതൽ ജിദ്ദയിലേക്ക് സർവീസ് പുനരാരംഭിക്കും. ശരീഅത്തിനെതിരെയുള്ള വിമർശനം അജ്ഞതയുടെ സൃഷ്ടിയെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കുണ്ടൂർ ഉറൂസിന് ഉജ്ജ്വല സമാപനം. കുവൈത്ത് ICF സംഘടിപ്പിക്കുന്ന ഹുബ്ബ് റസൂൽ സമ്മേളനം ഈ മാസം 18-ന് ഒരുക്കങ്ങൾ പൂർത്തിയായി. നബിദിനം പ്രമാണിച്ച് ഡിസംബർ 24-ന് UAE-യിൽ പൊതു അവധി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചു. തന്റെ കേരള സന്ദർശനം വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശബരിമല സന്ദർശനത്തോടെ ആരംഭിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിൽ BJP പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നത്. അരനൂറ്റാണ്ടിനിടയിൽ 200ഓളം പേരാണ് ഇവിടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്. ഇവർക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. കേരളത്തിൽ BJP രാഷ്ട്രീയമായി തൊട്ടുകൂടായ്മ നേരിടുകയാണെന്നും ഇവിടെ നേരിടുന്നത്ര പ്രതിസന്ധി പാർട്ടി ഒരിടത്തും നേരിടുന്നില്ലെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ജനങ്ങൾ മാറി ചിന്തിക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കണ്ടു. ഇതുവരെ BJP എത്ര വോട്ടിന് തോറ്റു എന്നത് സംബന്ധിച്ചായിരുന്നു ചർച്ച. ഇന്ന് സ്ഥിതി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രവാസികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്താൻ പ്രതിജ്ഞാബദ്ധമാണ്. മലയാളി നഴ്സുമാരെ ഭീകരരുടെ കൈകളിൽ നിന്നും രക്ഷപ്പെടുത്താനായത് നേട്ടമായെന്ന് മോഡി ചൂണ്ടിക്കാട്ടി. പ്രസംഗം പരിഭാഷപ്പെടുത്തിയപ്പോൾ തെറ്റുവരുത്തിയ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രനെ മോദി ഇടപെട്ട് മാറ്റി. തുടർന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരനാണ് മോദിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത്. മോദി പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ തന്നെ സുരേന്ദ്രൻ തെറ്റുവരുത്തിയത് പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ കല്ലുകടിയായി. പ്രധാനമന്ത്രിയായ ശേഷം കേരളത്തിലെത്താൻ വൈകിയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ടായിരുന്നു മോദി പ്രസംഗം ആരംഭിച്ചത്. എന്നാൽ പരിഭാഷപ്പെടുത്തിയ സുരേന്ദ്രൻ ക്ഷമ ചോദിക്കുന്നു എന്ന ഭാഗം വിഴുങ്ങി പകരം ഇപ്പോൾ വന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നായിരുന്നു സുരേന്ദ്രൻ പരിഭാഷപ്പെടുത്തിയത്. R ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയതിലൂടെ പ്രധാനമന്ത്രി കേരള ജനതയെ അപമാനിക്കുകയാണ് ചെയ്തതെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ മുഴുവൻ ശബ്ദമാണ് മുഖ്യമന്ത്രിയുടേത്. ഈ നടപടി അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയെ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അടുത്ത ഹജ്ജ് സർവീസ് കരിപ്പൂരിൽ നിന്ന് നടത്താനാകുമെന്ന് പ്രതീക്ഷ. മാർച്ച് മുതൽ ജിദ്ദയിലേക്ക് എയർ ഇന്ത്യ വലിയ വിമാനം ഉപയോഗിച്ച് സർവീസ് പുനരാരംഭിക്കും. വിശദമായ റിപ്പോർട്ടിലേക്ക്. അടുത്ത വർഷത്തെ ഹജ്ജ് വിമാന സർവീസ് കരിപ്പൂരിൽ നിന്ന് തന്നെ നടത്താനായേക്കും. റൺവേ നവീകരണം നടക്കുന്നതിനാൽ കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾക്ക് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ മാർച്ച് മുതൽ ജിദ്ദയിലേക്ക് എയർ ഇന്ത്യ വലിയ വിമാനം ഉപയോഗിച്ച് സർവീസ് പുനരാരംഭിക്കുകയാണ്. ബോയിംഗ് 777 ഉപയോഗിച്ചായിരുന്നു നേരത്തെ എയർ ഇന്ത്യ കോഴിക്കോട് ജിദ്ദ സർവീസ് നടത്തിയത്. 424 യാത്രക്കാർക്ക് സൌകര്യമുള്ള ഇതേ വിമാനം ഉപയോഗിച്ചാണ് സർവീസ് പുനരാരംഭിക്കുക. കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾക്ക് കൂടുതൽ ഭാരവുമായി റൺവേയിൽ ഇറങ്ങുന്നതിനാണ് താൽക്കാലികമായി നിരോധനമുള്ളത്. ഇതിനാൽ നെടുമ്പാശ്ശേരിയിൽ യാത്രക്കാരെ ഇറക്കി കാലിയാക്കിയാണ് വിമാനം കരിപ്പൂരിലെത്തുക. ഇതേ രീതിയിൽ അടുത്ത വർഷം ഹജ്ജ് സർവീസും നടത്താനാകുമെന്നാണ് പ്രതീക്ഷ. 300 മുതൽ 350 വരെയുള്ള ആളുകളെ കൊള്ളുന്ന വിമാനങ്ങളാണ് ഹജ്ജ് സർവീസിന് ഉപയോഗിക്കുന്നത്. ഓഗസ്റ്റ് മുതലാണ് ഹജ്ജ് സീസൺ ആരംഭിക്കുക. വരുന്ന ഹജ്ജ് സീസണിലേക്ക് റൺവേ നവീകരണ പ്രവർത്തികൾ 1 വർഷം കഴിയും. മഴയില്ലാത്തതിനാൽ പ്രവർത്തികൾ വേഗത്തിലാണ് നടക്കുന്നത്. അനുകൂല സാഹചര്യമാണെങ്കിൽ ഹജ്ജ് വിമാന സർവീസ് കരിപ്പൂരിൽ നിന്ന് തന്നെ നടത്താനായേക്കും. മാർച്ചിൽ എയർ ഇന്ത്യ ജിദ്ദയിലേക്ക് സർവീസ് ആരംഭിച്ചാൽ ഇത്തവണ ഹജ്ജിന് കേരളത്തിൽ നിന്ന് എയർ ഇന്ത്യക്ക് തന്നെയാകും മുൻതൂക്കം. വർഷങ്ങളുടെ ഇടവേളയ്ക്കു ശേഷം കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് സർവീസ് നടത്തിയത് എയർ ഇന്ത്യയായിരുന്നു. ഇത്തവണ കാര്യമായ പരാതികളും ഇവർക്കെതിരെ ഉയർന്നിട്ടില്ല.
ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്ന ഹജ്ജ് ഹൌസ് കരിപ്പൂരിലായതിനാൽ സർവീസും കരിപ്പൂരിൽ നിന്ന് നടത്താനാണ് ഹജ്ജ് കമ്മിറ്റിയുടെ താൽപര്യം. രാഷ്ട്രീയ സമ്മർദ്ദം കൂടിയുണ്ടായാൽ കരിപ്പൂരിൽ നിന്ന് തന്നെ അടുത്ത വർഷം സർവീസ് നടത്താനാകും. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. കുവൈത്ത് ICF നാഷണൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹുബ്ബ് റസൂൽ മഹാസമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മാസം 18-ന് അബ്ബാസിയ പാകിസ്ഥാൻ സ്കൂൾ ഗ്രൌണ്ടിൽ വൈകിട്ട് 4:30-ന് ബുർദ ആസ്വാദനത്തോടെ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ സമസ്ത പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. സ്വദേശികളും വിദേശികളുമടക്കം മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖ നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കും. പരിപാടിയിലേക്ക് കുവൈത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വാഹന സൌകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേക സൌകര്യം സജ്ജീകരിച്ചിട്ടുണ്ട്. പരിപാടിയിലേക്ക് കുവൈത്തിലെ എല്ലാ മലയാളി സഹോദരങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതായും സ്വാഗതം ചെയ്യുന്നതായും ICF കുവൈത്ത് പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം ദാരിമി അറിയിച്ചു. UAEയിൽ ഡിസംബർ 24-ന് വ്യാഴാഴ്ച പൊതു അവധിയായി പ്രഖ്യാപിച്ചു. പ്രവാചകർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് തൊഴിൽ മന്ത്രാലയം അവധി പ്രഖ്യാപിച്ചത്. പൊതുമേഖലയിലും അവധി ബാധകമാണ്. സർക്കാർ ഓഫീസുകളും ഫെഡറൽ ഡിപ്പാർട്ട്മെന്റുകളും 23-ന് അടച്ചാൽ 27-ന് തുറക്കുകയുള്ളൂ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സാഗരം ദൂരെ ഒളിലെങ്കിടും നൂറേ, സാദരം ചാരെ അണയേണമിവൻ പൂവേ, ചൊല്ലിടുന്നിതാ നിലാവേ, സങ്കടങ്ങളേറി ഞാനേ, ചൊല്ലിടുന്നിതാ നിലാവേ, സങ്കടങ്ങളേറി ഞാനേ. ദൈവതെഞ്ചാരെ ദിനരാത്രികളില്ലാതെ ചൊല്ലി ഞാനേറെ സ്വലവാത്തുകളൻ ജീവേ, കഥനമൊന്ന് കേൾക്കുന്നൂറേ, കനവിലൊന്ന് വാനിലാവേ, കഥനമൊന്ന് കേൾക്കുന്നൂറേ, കനവിലൊന്ന് വാനിലാവേ. തിരുമദീന ചാരയൻ ഹബീബിലണയുവാൻ കരയുമീ കണങ്ങൾ കണ്ണിലെന്നും മൂകമായി, നറുനിലാവിൻ പൗർണമിയോടന്ന് ചൊന്നു ഞാൻ, ഒന്നു ചൊല്ലിടണേ എൻ സലാമിൻ മുത്തിനാ. തിരുമദീന ചാരയൻ ഹബീബിലണയുവാൻ കരയുമീ കണങ്ങൾ കണ്ണിലെന്നും മൂകമായി, നറുനിലാവിൻ പൗർണമിയോടന്ന് ചൊന്നു ഞാൻ, ഒന്നു ചൊല്ലിടണേ എൻ സലാമിൻ മുത്തിനാ. സ്വീകരിക്കില്ലേ വ്യത തീർക്കുമുല്ലേ എൻ ഹബീബൽ. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മർക്കസിൽ വിശുദ്ധ കേശങ്ങളുടെ പ്രദർശനം നടന്നു. മർക്കസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. രാവിലെ 5 മണിക്ക് പ്രഭാത പ്രാർത്ഥനയോടെ ആരംഭിച്ച പ്രദർശനം വൈകിട്ട് 4 മണിവരെ നീണ്ടു. വിശുദ്ധ കേശങ്ങൾ മുക്കിയ വെള്ളത്തിന്റെ വിതരണവും നടന്നു. ചടങ്ങിൽ സംസ്ഥാനത്തിന് അകത്തും പുറത്തുമുള്ള നിരവധി പ്രവാചക പ്രകീർത്തന ഗ്രൂപ്പുകൾ മൌലിദുകൾ ആലപിച്ചു. സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ, സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി മലേഷ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിശുദ്ധ കേശങ്ങൾ സൂക്ഷിച്ച പേടകങ്ങൾ മാർക്കസ് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചത്. വിവിധ സമയങ്ങളിലായി നടന്ന പ്രാർത്ഥനയ്ക്ക് ഇ സുലൈമാൻ മുസ്ലിയാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, സയ്യിദ് ഹബീബ് തങ്ങൾ ചെരക്കാപ്പറമ്പ്, സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലൈലി, സയ്യിദ് അബ്ദുൽ ഫത്താഹ് അവേലം, സയ്യിദ് സ്വാലിഹ് തുറാബ്, AP മുഹമ്മദ് മുസ്ലിയാർ, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, സി മുഹമ്മദ് ഫൈസി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, VPM ഫൈസി വില്യാപ്പള്ളി, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, TK അബ്ദുറഹ്മാൻ ബാക്കവി മടവൂർ തുടങ്ങിയവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. NV അബ്ദുറസാഖ് സഖാഫി, N അലി അബ്ദുള്ള, നാസർ ഹാജി ഓമച്ചപ്പുഴ, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, VM കോയ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജനുവരി 10-ന് കോഴിക്കോട്ട് നടക്കുന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തോടെയാണ് നബിദിനാഘോഷങ്ങൾ സമാപിക്കുക.
പ്രവാചക സ്നേഹത്തിലൂടെ വഴി നടന്ന് ആദർശ പ്രസ്ഥാനത്തിന് ഊർജ്ജവും വീര്യവും പകർന്ന കുണ്ടൂർ ഉസ്താദിന്റെ 10ാമത് ഉറൂസിന് ആയിരങ്ങൾ സംഗമിച്ച ഹുബ്ബ് റസൂൽ സമ്മേളനത്തോടെ സമാപനം. പ്രവാചക പ്രകീർത്തന കാവ്യങ്ങളുടെയും സ്വലാത്തിന്റെയും നിലക്കാത്ത പേമാരി വർഷിച്ച് കുണ്ടൂർ ഗൗസിയ ഭക്തിസാന്ദ്രമായി. ഇന്നലെ ഉച്ചതിരിഞ്ഞതോടെ തന്നെ നഗരിയും പരിസരവും വിശ്വാസികളാൽ നിറഞ്ഞു കവിയുകയായിരുന്നു. വൈലത്തൂർ സയ്യിദ് യൂസുഫുൽ ജിലാനിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമാപന സമ്മേളനം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഹുബ്ബ് റസൂൽ പ്രഭാഷണം നടത്തി. അൽ ഐൻ അഹ്ബാബുൽ ഗൗസിയുടെ പ്രഥമ അവാർഡ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് കാന്തപുരം ഉസ്താദ് സമ്മാനിച്ചു. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. CP സേതലവി മാസ്റ്റർ, NV അബ്ദുറസാഖ് സഖാഫി, ലത്തീഫ് ഹാജി കുണ്ടൂർ പ്രസംഗിച്ചു. ഇന്നലെ കാലത്ത് ഖത്മുൽ ഖുർആൻ സദസ്സോടെയാണ് പരിപാടി ആരംഭിച്ചത്. ഇന്ത്യയുടെ സൌഹൃദ പാരമ്പര്യവും ആധ്യാത്മിക നേതൃത്വവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ മുഹമ്മദ് പറവൂർ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഹുസൈൻ ജമലുലേലി പ്രാർത്ഥന നടത്തി. N. അലി അബ്ദുള്ള, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി കൊല്ലം, അബൂബക്കർ മാസ്റ്റർ പടിക്കൽ വിഷയം അവതരിപ്പിച്ചു. പ്രവാചകാധ്യാപനങ്ങൾ കാലാതിവർത്തിയാണെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവിച്ചു. കുണ്ടൂർ ഉസ്താദ് ഉറൂസ് സമാപന സമ്മേളനത്തിൽ ഹുബ്ബ് റസൂൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. തിരുനബി മുന്നോട്ടുവച്ച ദർശനങ്ങൾ കാലദേശ പരിമിതികൾക്കപ്പുറത്തുള്ളതാണ്. ഏത് കാലത്തേക്കും സ്വീകാര്യമായ ആശയങ്ങളാണ് പ്രവാചകർ പഠിപ്പിച്ചത്. മാതൃകാ സമൂഹ സൃഷ്ടിപ്പിലൂടെ ഈ ദർശനങ്ങളുടെ പ്രായോഗിക പാഠങ്ങൾ പകർന്നു നൽകാൻ തിരുനബിക്ക് സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്ലാമിക ശരീഅത്തിനെതിരെയുള്ള വിമർശനങ്ങളെല്ലാം മതം പഠിക്കാതെയുള്ളതാണ്. ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ അജ്ഞതയിൽ നിന്ന് ഉടലെടുത്തതാണെന്നതിൽ സന്ദേഹമില്ല. സാമൂഹിക ജീവിതത്തിന്റെ മുഴുവൻ മണ്ഡലങ്ങളിലും ഇസ്ലാം മതഗ്രന്ഥങ്ങൾ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. മതത്തിന്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് മതനിയമങ്ങൾ പഠിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. മർക്കസ് രൂപകൽപ്പന ചെയ്ത അന്താരാഷ്ട്ര നിലവാരമുള്ള സഹറത്തുൽ ഖുർആൻ പ്രീ സ്കൂളിന്റെ പുതിയ സെന്ററുകൾ 2016-17 അധ്യയന വർഷത്തിൽ ആരംഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 24 കുട്ടികളുള്ള ഒരു ബാച്ചിന് പരിശീലനം ലഭിച്ച 3 അധ്യാപികമാർ ക്ലാസിന് നേതൃത്വം നൽകുന്നു. ആധുനിക സൌകര്യങ്ങളുള്ള ശിശു സൌഹൃദ ക്ലാസ് റൂമുകളിലാണ് പഠന സൌകര്യം ഏർപ്പെടുത്തുന്നത്. 3 വർഷത്തെ കോഴ്സ് പൂർത്തിയാവുന്നതോടെ നിലവിലുള്ള KGയിലെ മുഴുവൻ പഠനവും ലഭിക്കുന്നതോടൊപ്പം വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യാൻ പരിശീലിപ്പിക്കുകയും ഒരു ജുസ് മനഃപ്പാടമാക്കുകയും ചെയ്യുന്നു. ഇതാണ് സഹറത്തുൽ ഖുർആൻ പദ്ധതി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നബിദിനാഘോഷത്തിന് തുടക്കം കുറിച്ച് വിശുദ്ധ കേശങ്ങളുടെ പ്രദർശനം മർക്കസിൽ നടന്നു. 10,000 പങ്കെടുത്തു. നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചു. കേരളത്തിൽ BJP രാഷ്ട്രീയ തൊട്ടുകൂടായ്മ നേരിടുന്നുവെന്ന് പ്രധാനമന്ത്രി. പ്രസംഗ പരിഭാഷ തെറ്റിച്ച BJP നേതാവ് K. സുരേന്ദ്രനെ മോദി ഇടപെട്ട് മാറ്റി. അടുത്ത വർഷം ഹജ്ജ് സർവീസ് കരിപ്പൂരിൽ നിന്ന് നടത്താനാകുമെന്ന് പ്രതീക്ഷ. മാർച്ച് മുതൽ ജിദ്ദയിലേക്ക് സർവീസ് പുനരാരംഭിക്കും. കുവൈത്ത് ICF സംഘടിപ്പിക്കുന്ന ഹുബ്ബ് റസൂൽ സമ്മേളനം ഈ മാസം 18-ന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ശരീഅത്തിനെതിരെയുള്ള വിമർശനം അജ്ഞതയുടെ സൃഷ്ടിയെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കുണ്ടൂർ ഉറൂസിന് ഉജ്ജ്വല സമാപനം. നബിദിനം പ്രമാണിച്ച് ഡിസംബർ 24-ന് UAEയിൽ പൊതു അവധി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.